പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈശ്വര പ്രാർത്ഥന. നമ്മുടെ വിശിഷ്ടാതിഥികൾക്കും ഏറ്റവും പ്രിയങ്കരരായ നവാഗതവർക്കും സ്വാഗതം നൽകുന്നതിനായി ഹോളി ഫാമിലി സ്കൂൾ ഹെഡ് മിസ്ട്രസ് നമ്മുടെ പ്രിയങ്കരയായ മിനി ടീച്ചറിനെ സാദരം ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം ഇവിടെ ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമുക്ക് 312 കുട്ടികളാണ് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലായിട്ട് 312 കുട്ടികളാണ് പുതിയതായിട്ട് നമുക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. LKG, UKG വേറെയുമുണ്ട്. മറ്റു സ്കൂളിലൊക്കെ കുട്ടികൾ പുതിയതായിട്ട് ചേരാനായിട്ട് അല്ലെങ്കിൽ അഡ്മിഷന്റെ എണ്ണം കുറയുമ്പോൾ ഇവിടെ ഹോളി ഫാമിലിയിൽ ഇത്രയേറെ കുട്ടികൾ തിങ്ങി നിറഞ്ഞ് ഈ സദസ്സ് കാണുമ്പോൾ തന്നെ അറിയാം തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നതിന്റെ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മാനേജ്മെന്റിന്റെയും അതുപോലെ PTA-യുടെയും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫിന്റെയും ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലൊക്കെ നമുക്കിപ്പോൾ 8 വരെയാണ് നമ്മുടെ ഡിവിഷൻ പോകുന്നത്. ഇത് ഒത്തിരിയേറെ ഞങ്ങൾക്ക് അഭിമാനം നമുക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഏറ്റവും വെല്ലുവിളി നിറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിവ് എങ്ങനെയും കുട്ടികൾക്ക് സ്വായത്തമാക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് എന്ത് വിവരവും ലഭിക്കും. അതുപോലെ അക്സായി നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഏത് പുതിയ വിവരവും നമുക്ക് ലഭിക്കും. ഇവിടെ അറിവല്ല തിരിച്ചറിവാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്ന് നമുക്കറിയാം IQ-ന്റെ ലോകത്തല്ല, അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ EQ-നാണ്. ഒരു ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാനാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും അവൻ എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്തുറ്റ ഒരു കുട്ടിയായി അവനെ മാറ്റുക. ഏത് പ്രതിസന്ധിയും ഒറ്റയ്ക്ക് നേരിടാനുള്ള ഒരു തന്റെ ഇടം അവന് പകർന്നു കൊടുക്കുക. അതാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ. കഴിഞ്ഞ തലമുറ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്നെ പോലുള്ള കഴിഞ്ഞ തലമുറയിലെ നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ കൊണ്ടും കൊടുത്തും വളർന്നവരാണ്. 5-6 മക്കളുള്ള കുടുംബത്തിൽ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിച്ചു. അവിടെ സ്വാർത്ഥതയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ 5 മക്കളാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രുചിയായിരുന്നു. കാരണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒത്തൊരുമയുടെ ഒന്നിച്ച് ഞങ്ങൾ കഴിച്ചു. പുറത്തുള്ള ആഹാരം വല്ലപ്പോഴും മാത്രം. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കാഴ്ചയായിരുന്നു. വീടിന്റെ ഉമ്മറപ്പടിയിൽ തൂക്കിയിരിക്കുന്ന കണ്ണാടിയിൽ ഞങ്ങൾ എല്ലാവരും മുഖം കണ്ടു. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മണമായിരുന്നു. ഒരു സോപ്പിട്ട് ഞങ്ങൾ എല്ലാവരും കുടിച്ചു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് എത്രത്തോളം അവർക്ക് മനസ്സിലാകുമെന്നുള്ളത് നമുക്ക് അറിയില്ല. ഓരോ കുരുത്തിലേക്കും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മക്കൾ. അവരെ ഏറ്റവും മിടുക്കന്മാരാക്കി നമുക്ക് വളർത്തിയെടുക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്കായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജർ ഡോക്ടർ ആലോ ചേരാമൂർത്തി അച്ഛനെ ഏറ്റവും ഹൃദയ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് അദ്ദേഹം
പഠിച്ചതും വളർന്നതും നമ്മുടെ സ്കൂളിൽ തന്നെയാണ്. ഏതൊരു കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്ന, നമ്മളെ നയിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് അദ്ദേഹത്തെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് കൗൺസിലർ മിത്ര വൃന്ദ മാഡത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പൂ ചോദിച്ച ഒരു പൂവാടി തരുന്ന ഒരു കൗൺസിലറാണ് നമ്മുടെ മിത്ര വൃന്ദ മാഡം. സ്കൂളിലെ ഏത് കാര്യങ്ങൾക്കും ഒന്ന് വിളിച്ചാൽ മതി, മാഡം തന്നെ കൊണ്ടാവുക അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചാണെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ മിത്ര വൃന്ദ മാഡത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പാൾ എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ ലിസ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ കൈസ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അവരെയും അതോടൊപ്പം തന്നെ ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് എത്തിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ ഓരോരുത്തരെയും നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ ഇന്ന് ഈ സ്കൂളിന്റെ പടി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ പിഞ്ചോമനകൾ അവരോരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഹപ്രവർത്തകർ അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രദർശനോത്സവത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചറിനെയും സ്വാഗതം ചെയ്യുന്നു. 2025-26 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് തുടർന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനുമായി ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ആദർശാരാധ്യത്തെ അച്ഛനെ സാദരം ക്ഷണിച്ചു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാക്സൺ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, നവാഗതരായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പുതിയ അധ്യയന വർഷത്തിന്റെ തിരി തെളിഞ്ഞു. സന്തോഷത്തോടെ നമ്മൾ അത് ആരംഭിച്ചു. ഭാരതീയ പൈതൃകത്തിലെ മനോഹരമായ ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഗീതം ആലപിച്ചുകൊണ്ടാണ് ഈ വർഷം നമ്മൾ തുടങ്ങിയത്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. അസത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും അന്ധകാരത്തിന് പ്രകാശത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്നുള്ള ഋഷിവര്യന്മാരുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വേദി എല്ലാ വർഷവും ഇതുപോലെ നിറഞ്ഞു കവിയുന്ന ഒരവസരമാണ് ഈ പ്രവേശനോത്സവത്തിന്റെ ദിവസം. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഈ ഹോളി ഫാമിലി വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന ഈ ദിവസം ഏറെ അനുഗ്രഹീതമായ ഒരു ദിവസമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ 2.5 മാസം
ഇവിടെ ഹോളി ഫാമിലി ക്യാമ്പസ് നിശബ്ദമായിരുന്നു. അത് വീണ്ടും സജീവമാവുകയാണ് കുട്ടികളുടെ ആരവത്തോടും കുട്ടികളുടെ ഒച്ചയും ബഹളത്തോടും കൂടി. എനിക്കെന്റെ മുറിയിൽ നിന്നാൽ ഈ ക്യാമ്പസിലെ കുട്ടികളുടെ നീക്കുപോക്കുകളും ഒച്ചയും ബഹളവും ഒക്കെ കാണുകയും കേൾക്കുകയൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. കഴിഞ്ഞ 2.5 മാസം അത് നിലച്ചിരിക്കുകയായിരുന്നു. അവധി കഴിഞ്ഞ് വീണ്ടും ആ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഹോളി ഫാമിലിയുടെ കവാടങ്ങൾ തുറന്ന് നിങ്ങൾ നവാഗതരായ 300 ചില്ലാനം കുട്ടികളും മാതാപിതാക്കന്മാരും ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഹോളി ഫാമിലി വിദ്യാലയം തിരുക്കുടുംബ വിലാസം എന്ന പേരിലാണ് 1864 ആരംഭിച്ച വിദ്യാലയമാണ്. ആ വിദ്യാലയമാണ് ഓരോ കാലഘട്ടത്തിലെയും വളർന്ന് ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയമായിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ളത്. അങ്ങനെയുള്ള തിരുക്കുടുംബ ഒരു ഹോളി ഫാമിലി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്യാമ്പസിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ വരിക. ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള സെന്റ് മേരീസ് ഫൊറൈൻ ചർച്ച് സ്കൂൾസിന്റെ മാനേജ്മെന്റിന്റെ കീഴിലാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുക. അതിന്റെ കീഴിൽ 4 വിദ്യാലയങ്ങൾ നമുക്കുണ്ട്. ഇവിടെയുള്ള ഹോളി ഫാമിലി ഹൈസ്കൂള്, ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി, സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, ഹോളി ഫാമിലി എൽ പി സ്കൂൾ ഫോർ ഗേൾസ്. ഇങ്ങനെ 4 വിദ്യാലയങ്ങളിലാണ് ഈ സെന്റ് മേരീസ് ഫൊറൈൻ ചർച്ച് സ്കൂൾസിന്റെ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ വിശാലമായ ഒരു വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ കുട്ടികളെ കടന്നു വന്നിരിക്കുകയാണ്. ആ കുട്ടികളെ ഞങ്ങൾ സഹർഷം ഈ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും നമുക്ക് നല്ല ഒരു കയ്യടിയോടുകൂടി നമ്മുടെ കുട്ടികളെയും മാതാപിതാക്കന്മാരെയും ഈ ഹോളി ഫാമിലി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ പാടിയ ഗീതം മനുഷ്യന്റെ അന്ധകാരത്തെ മുഴുവൻ തുടച്ചു നീക്കി പ്രകാശമാക്കി മാറ്റട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. എല്ലാ തരത്തിലുള്ള അസത്യത്തിൽ നിന്നും സത്യത്തിന്റെ വഴിയിലേക്ക് നയിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമ്മുടെ കുട്ടികൾ ഈ വിദ്യാലയങ്ങളിലൂടെ കടന്നു കയറുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ 1, 2, 3, 4, 10 അങ്ങനെ കയറി പോകും. അങ്ങനെ കയറി പോകുമ്പോൾ ആ കുട്ടികൾ ബൗദ്ധികമായിട്ട് വളരും. ആ ബൗദ്ധികമായിട്ട് വളരുമ്പോൾ അവർ സത്യത്തിൽ വളരുകയും ധർമ്മത്തിൽ ചലിക്കുകയും ചെയ്തുള്ള ആ ഒരു ചിന്ത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. ഈ വിദ്യാലയത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വെറുതെ പഠിപ്പിച്ചു വിടലല്ല, അച്ചടക്ക ബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കുവാനുള്ള പരിശ്രമമാണ് ഇവിടെ ഈ ക്യാമ്പസിൽ നടക്കുക. ഈ ഹോളി ഫാമിലി സ്കൂളിൽ വരുന്ന കുട്ടികൾ നിങ്ങൾക്കറിയാമോ, സാധാരണ വീടുകളിൽ നിന്ന് വരുന്ന പിള്ളേരാണ്. അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നവർ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടികളല്ല, സാധാരണ ലെവലിൽ നിന്ന് വരുന്ന കുട്ടികളെയാണ്. ആ കുട്ടികളെയാണ് ചികഞ്ഞ് മിനുക്കിയെടുത്ത് കൂടുതൽ ആർജവമുള്ള കഴിവുള്ള പ്രബുദ്ധരായിട്ടുള്ള കുട്ടികളാക്കി മാറ്റുന്ന പരിശ്രമം ഇവിടെ നടക്കുക. അങ്ങനെ മാറ്റുന്ന പരിശ്രമത്തിൽ അച്ചടക്ക ബോധം കൊടുക്കുവാൻ, ധാർമ്മിക മൂല്യങ്ങൾ കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് നിങ്ങളുടെ കുട്ടികൾ ഉള്ളത് എന്നുള്ളത് വലിയ സുരക്ഷാ ബോധം നിങ്ങൾ മാതാപിതാക്കൾക്ക് നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് കുട്ടികൾ വന്ന് പഠിച്ചുകൊണ്ട് പോലും മാത്രമായിരിക്കില്ല, ആ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളിൽ സന്മാർഗത്തിന്റെയും ധാർമ്മികതയുടെയും ഒക്കെ മൂല്യങ്ങൾ കൊടുക്കുവാനുള്ള, അച്ചടക്കത്തിലേക്ക് വളർത്തുവാനുള്ള ശക്തമായ നീക്കം സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇവിടെ ഉണ്ടാകും. അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ ആയിട്ട് നിങ്ങൾ മാതാപിതാക്കന്മാരും കൂടെ ഉണ്ടാകണം എന്നാണ് ഈ പ്രവേശനോത്സവത്തിന്റെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസവും കുട്ടികളുടെ ജ്ഞാനസമ്പാദനവും ഒക്കെ സംഭവിക്കുന്നത് നമ്മളെല്ലാവരും പരസ്പരം കൈകോർക്കുമ്പോഴാണ്. മാതാപിതാക്കന്മാരും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് ചേരുമ്പോഴാണ്. വൈകാതെ തന്നെ ഈ മാസത്തിൽ നിങ്ങളുടെ ഒരു PTA യോഗം ഇവിടെ ഉണ്ടാകും. അതിൽ ഞങ്ങൾ പങ്കെടുക്കുകയും വേണം. അപ്പൊ അങ്ങനെ ഈ വിദ്യാലയത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ, ഒരു കുടുംബാന്തരീക്ഷത്തിൽ, ഹോളി ഫാമിലിയിൽ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്ന രീതിയിൽ ഈ കുട്ടികൾ വളർന്നു വരുവാനായിട്ടുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം.
ഇവിടെ എല്ലാം തികഞ്ഞവരല്ല എന്നുള്ള കാര്യം നിങ്ങൾ നന്നായിട്ട് ഓർക്കണം. നിങ്ങളുടെ കുട്ടികളെല്ലാം തികഞ്ഞവരല്ല, ഇവിടെ പഠിപ്പിക്കുന്നവരെല്ലാവരും തികഞ്ഞവരല്ല. ആ തികഞ്ഞ ഒരുപക്ഷെ പരിമിതികളുള്ള കുട്ടികളെ കയ്യിലെടുത്ത് അവരെ വളർത്താനുള്ള പരിശ്രമത്തിൽ പരിപൂർണ പിന്തുണ മാനേജ്മെന്റ് തലത്തിൽ നിന്നുണ്ടാകും. നിങ്ങൾ മാതാപിതാക്കളുടെ തലത്തിൽ നിന്ന് അതുണ്ടാകണം. തീർച്ചയായിട്ടും അധ്യാപകര് അവർക്ക് കൊടുക്കേണ്ട പരിശീലനം കൊടുത്തിരിക്കും. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ ക്യാമ്പസിലും ഒക്കെ കൂടുതൽ വളർന്നു വരട്ടെ. അത് കൃത്യമായ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുവാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാലയങ്ങൾക്കെല്ലാം 100% ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഈ അവസരം പ്രത്യേകം എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ മറ്റെല്ലാ പരിപാടികളിലും പങ്കുചേരാനായിട്ടുള്ള കഴിവുകൾ വളർത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അതെല്ലാം ഉപയോഗിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാപ്തരാക്കട്ടെ. അധ്യാപകരോട് ചേർന്ന് കൈകോർത്ത് ഈ അധ്യയന വർഷം തുടക്കം മുതൽ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ മനസ്സിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ഞാൻ പഠിക്കുന്ന വിദ്യാലയത്തെ കുറിച്ച് അഭിമാനം തോന്നാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് എന്നതിൽ അഭിമാനമുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരണം. എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നമ്മുടെ കുട്ടികൾക്ക് അഭിമാനം തോന്നണം. ഈ വിദ്യാലയത്തെ കുറിച്ച് അഭിമാനം തോന്നണം. അങ്ങനെയുള്ള ഒരു അഭിമാന ബോധത്തിൽ നിന്നാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യവും കുട്ടികൾക്ക് മറ്റു കാര്യങ്ങളിൽ വന്നു ചേരാനായിട്ടുള്ള ഒരു ആവേശവുമൊക്കെ തന്നെ ഉണ്ടാകുക. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതവും കൃത്യവുമായുള്ള സ്ഥലമാണെങ്കിൽ കുട്ടികൾ വളരെ സന്തോഷത്തിലിരിക്കും. കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലും ആ സന്തോഷവും കൃത്യതയും അനുഭവപ്പെടണമെങ്കിൽ അവിടെ ഈ പഠിക്കുന്ന സ്ഥാപനം അവർക്ക് സ്വന്തം പോലെ തോന്നണം. അതിൽ അഭിമാനം കൊണ്ട് ഈ കുട്ടികളിലൂടെ വളരട്ടെ. അതിൽ വളരുവാനായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കൊടുക്കും. ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ടും അവർ പരിശ്രമിക്കും. അതിൽ നമുക്ക് എല്ലാവർക്കും സംഘാതമായിട്ട് അവരോടൊപ്പം കൈകോർക്കാം. പുതിയ അധ്യയന വർഷത്തിൽ ഈ കുട്ടികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ഞാൻ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും പുതിയ അധ്യയന വർഷവും പ്രവേശനോത്സവവും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. അധ്യക്ഷ 2025-26 കാലഘട്ടത്തിൽ അധ്യയന വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന വീക്ഷണത്തോടെ കടന്നുപോവുകയാണ്. സർക്കാരിന്റെ തീരുമാനപ്രകാരം എല്ലാ വിദ്യാലയങ്ങളും ഇത്തരത്തിലുള്ള ഗംഭീരമായ ആഘോഷങ്ങൾ നടന്നു വരികയാണ്. നമ്മൾ വളരെ ലളിതമായതും എന്നാൽ പ്രൗഢോജ്വലമായ രീതിയിലാണ് ഈ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ പ്രവേശന ദിനങ്ങളിലൊക്കെ കയ്യില് കരഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ടുവരുന്ന മക്കളെ അല്ലെങ്കിൽ നിരസം കാണിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ശകാരിച്ചും സ്നേഹിച്ചും തലോടിയൊക്കെ കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് പ്രവേശന ദിനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതെങ്കിലും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുഭൂരിപക്ഷം കുഞ്ഞുമക്കളും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആകാംക്ഷ നിലനിൽക്കുന്നത് ആകെ അവരെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന മാതാപിതാക്കളുടെ മുഖത്ത് മാത്രമാണ്. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. നമുക്കറിയാം, ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഓരോ മാതാപിതാക്കളും ജനിക്കുകയാണെന്ന് പറയുന്നത് പോലെ രക്ഷകർത്തൃ ധർമ്മത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് ഒരു പടി നിങ്ങളും പ്രവേശിച്ചിരിക്കുക. പ്രവേശം അത് നിങ്ങൾ ഉത്സവമാക്കി മാറ്റിയിരിക്കുക. നമുക്കറിയാം, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ആഹാരം, വസ്ത്രം, മരുന്ന്, പാർപ്പിട, വിദ്യാഭ്യാസം, അതില് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസത്തിലേക്കുള്ള കടമ്പ നിങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികൾ മാത്രമല്ല പഠനം ആരംഭിക്കുന്നുണ്ട്. ഓരോ രക്ഷകർത്താവും പഠനം ആരംഭിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഒത്തിരി സങ്കല്പങ്ങളുണ്ടാവും, ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ നമ്മൾ വഴിമാറി പോകും. അപ്പോൾ മുടങ്ങുന്ന പദ്ധതികളിൽ, മുടങ്ങുന്ന ചിന്തകളിൽ, മുടങ്ങുന്ന ആഗ്രഹങ്ങളിൽ തളരാതെ
നമ്മുടെ മക്കൾക്ക് താങ്ങായി, നമ്മുടെ മക്കൾക്ക് കരുത്തായി, നമ്മുടെ സമൂഹത്തിന് സന്ദേശം നൽകുന്ന രക്ഷകർത്താവായി മാറുക എന്നുള്ള ഉത്തമമായിട്ടുള്ള കടമകളെ നിങ്ങൾ ഈ സമയത്ത് ഏറ്റെടുക്കുക. ഇവിടെ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം രക്ഷകർത്താക്കളും അവര് രാവിലെ അവരുടെ പരിപാടികളൊക്കെ ക്രമീകരിച്ച് അവർ മക്കളെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുക. എന്താ? അവരാദ്യമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരിക. ആഘോഷം, ആ പ്രവേശനത്തിന്റെ ആഘോഷം നിങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിലും രക്ഷകർത്താക്കളുടെ ചിന്തകളിലും അധ്യാപക ചിന്തകളിലൊക്കെ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് അധ്യാപകരും രക്ഷകർത്താക്കളും തന്ത്രപരമായ ബുദ്ധിപരമായ നിലപാടുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് കരുത്തരായ മക്കളെ നമുക്ക് കൊണ്ടുവരാൻ സമൂഹത്തിന് സംഭാവന നൽകാൻ പറ്റുന്നത്. നേരത്തെ നമ്മുടെ മാനേജർ പറഞ്ഞ പോലെ ഈ സ്കൂളിനെ പറ്റി അഭിമാനിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും, ഓരോ വിദ്യാർത്ഥികളും, ഓരോ അധ്യാപകരോടൊപ്പം എന്റെ മകൻ ഹോളി ഫാമിലി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നതിന് അഭിമാനം ഉണ്ടാകുന്ന രക്ഷകർത്താക്കളാണ് ഉണ്ടാവേണ്ടത്. അത്തരത്തിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ പുസ്തകങ്ങളിലൂടെ അക്ഷരങ്ങളിലൂടെ മാത്രമല്ല നമ്മളെ കൈകാര്യം ചെയ്യുന്നത്, അവന്റെ ബൗദ്ധികവും കലാപരവും ആത്മീയവുമായിട്ടുള്ള ചിന്തയെ കൂടി നമ്മൾ വളർത്തിയെടുക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിലെ വിനയം കൈവരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിദ്യാഭ്യാസ ദിനങ്ങൾ ആശംസിക്കുകയാണ്. അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷ ദിനത്തിന്റെ വിദ്യാഭ്യാസ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഈ ഒരു വർഷം ഏറ്റവും മഹനീയമായി തീരട്ടെ. ശതാബ്ദി നിലവിൽ നിൽക്കുന്ന ഈ സ്കൂളിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എത്തുന്നു. ഒരു രാഗമേഘം
ആശംസകൾ സംസാരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീമതി മിത്ര ഭാര്യയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. 25-26 പ്രവേശനോത്സവമാണ്. പണ്ട് കുട്ടികളൊക്കെ കരഞ്ഞും ചില കുട്ടികളൊക്കെ തിരിച്ചു വീട്ടിലോട്ട് പോകും അടുത്താണെങ്കിൽ. അങ്ങനെയുള്ളതൊക്കെ സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം മാറി ഒരു നല്ല സന്തോഷമുള്ള ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. എല്ലാ മാതാപിതാക്കളെയും ഞാൻ ആശംസിക്കുകയാണ്. ഈ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അതിനുവേണ്ടിയുള്ള സമയം ചെലവാക്കി എല്ലാ മാതാപിതാക്കളും ഉത്സാഹിക്കുന്നുണ്ട്. എല്ലാവരെയും ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിൽ കഴിഞ്ഞ അക്കാദമിയിൽ നല്ല റിസൾട്ടായിട്ടുണ്ട്. ഇനിയും ജീവിക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഭാവിയിലെ ഒരു നല്ല നിലയിലെത്താനും നല്ല റിസൾട്ട് നൽകാനുമുള്ള കുട്ടികളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും ഉത്സാഹിച്ചതിനു വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾ കുട്ടികൾ ഈ അധ്യാപകന്മാരെയും മാതാപിതാക്കളെയും ഒന്നും അകറ്റി നിർത്തണ്ട. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയുക. അപ്പൊ നമുക്ക് ഒരു പ്രശ്നവും ഒരു ഫ്രണ്ട്സ് പോലെയായി മാതാപിതാക്കളോടാണെങ്കിലും ഞങ്ങളൊക്കെ കൊച്ചിലെ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ വൈകുന്നേരം നമുക്ക് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പൊ എന്ത് പറ്റും, നമ്മൾ എല്ലാം നമുക്കൊരു സഹായമായത്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ചല്ല വരുന്നത്. ഓരോരുത്തർക്കും ഓരോ ദൈവം വിധിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ അനുസരിച്ച് ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അനുഗ്രഹം ഈശ്വരന്റെ കിട്ടും. അതുകൊണ്ട് എല്ലാ കുട്ടികളോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ 25-26 നല്ലൊരു റിസൾട്ട് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികളുടെയും നന്മയ്ക്കായി ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ നീ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ നമ്പാടിയ പൈക്കിടാവ് കോടിപ്പാവെടുത്ത് കളിത്താലവുമായി വിഷുക്കൈ നീട്ടവൻ കയ്യിൽ തരുമ്പോൾ എന്റെ വീണ്ടും നിറയും ഞാൻ തൊഴുകാലിൽ വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ സിന്ദൂര പൊട്ടു തൊടുമ്പോൾ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തീരയിളകും വിശേഷ കടലിനുള്ളിൽ ചിപ്പി വിളയുമല്ലോ. കരുണതൻ മുട്ടുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നു നന്മ മരലല്ലേ. ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ. നല്ലൊരു കനവിനുള്ളിൽ നല്ലൊരു പുഞ്ചിരിയുണ്ട്. നമുക്കുടം പോലെ പൊന്തി വരുന്ന കിളികളുണ്ട്. അമ്മയ്ക്ക് കൂട്ടു നടക്കാൻ പുന്നാര പൈകളുണ്ട്. അക്കരെ ഇക്കരക്ക് കടത്തിനുളമ്പിൽ തോണിയുണ്ട്. ഇവിടെ വിടന്ന് മൊഴിയിലെ നാടേ നടന്ന് ആരെന്തെന്നാലും അമ്മ തൻ കൂടെ ഞാനുണ്ട്. നിഴലായി രാപ്പകൽ കൂടെ ഞാനുണ്ട്. എന്നും ഞാനുണ്ട്. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ നീ
പോലെ ഈ മുറ്റത്തെ തുളസി പോലെ. താങ്ക് യു. നവാഗതർക്ക് ആശംസകളിലേക്ക് സംസാരിക്കുന്നതിനായി ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നിസാം കുര്യൻ ടീച്ചറിനെ സാദരം ക്ഷണിക്കുന്നു. തിരുകുടുംബത്തിലേക്ക് 312 കുട്ടികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചിലിയിലെ അറ്റഗാമ എന്നൊരു മരുവിടമുണ്ട്. ഒരു പുല്ല് പോലും കിളയ്ക്കാത്ത മണലാരണ്യങ്ങളുള്ള ഒരിടം. പക്ഷേ 7 വർഷത്തിനൊരിക്കൽ അവിടെ ഒരു പൂപ്പാടമായി മാറുന്നു. നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു പൂപ്പാടം. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പൂവിത്തുകൾ ആരോ തൊട്ടുണർത്തിയാൽ എന്ന വണ്ണം ഒരു സുപ്രഭാതത്തിൽ വിടർന്ന പരിമളം പരത്തുകയാണ്. ഒന്നോർക്കാൻ, അഗാധങ്ങളിൽ വിത്തുകളില്ലാത്ത പൂവിത്തുകളില്ലാത്ത ആരാണുള്ളത്? നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ 312 കുരുന്നുകളിലും ഒരു പൂവിത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊരു പക്ഷേ ശാസ്ത്രത്തിൻ്റെതാവാം, കലയുടേതാവാം, മറ്റു സ്കില്ലുകളുടേതാവാം. എന്തായാലും കാലം എത്തുമ്പോൾ ആ വിത്തുകൾ പൂവണിയുക തന്നെ ചെയ്യും. ആ പൂക്കൾ ഹോളി ഫാമിലിയെ കുറെ കൂടി സുഗന്ധപൂരിതമാകട്ടെ. 312 കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. Chandra
വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓ കൊണ്ടുവാ കൊമ്പട് കൊമ്പുഴൽ തപ്പട് കളിപ്പുഴന്തൊട് കൃതജ്ഞതകളെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഹോളി ഫാമിലി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശ്രീഹരി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചു. ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുകയാണ്. പല നിറങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല ചിന്തകളിൽ ഈ ഹോൾ അങ്ങനെ നിറഞ്ഞ് ഭാവിയിലെ ഹോളി ഫാമിലിയുടെ വാഗ്ദാനങ്ങളായ 312 പേര് അങ്ങനെ നിൽക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും, അപൂർവം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ, അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലും അതുപോലെ ക്യാമ്പ് പ്രവർത്തിക്കുന്ന കുറച്ച് സ്കൂളുകളിൽ ഒഴികെ ഇന്ന് പ്രവേശനോത്സവം മാമാങ്കം നടക്കുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം തന്നെ ചേർത്തല സബ് ജില്ലയിലെ താലൂക്ക് അമ്പലപ്പുഴയാണ്. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പല സ്കൂളുകളിലും സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രഥമാധ്യാപിക പറഞ്ഞതുപോലെ കുട്ടികൾ മതിയായ എണ്ണം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഹോളി ഫാമിലി സ്കൂളിൽ ഓരോ വർഷവും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി കൂടി വരികയാണ്. അതെന്തുകൊണ്ട് എന്ന് നമ്മളൊന്ന് പഠിച്ചാൽ അച്ഛൻ പറഞ്ഞതുപോലെ ചില ഘടകങ്ങൾ ഒന്നു ചേരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ആ ഘടകങ്ങൾ എന്ത് എന്ന് ചിന്തിച്ചാൽ ഈ വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തീം ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ പത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടാവും, ഒന്നിച്ച് ഒന്നായി ഒന്നാവുന്നതാണ്. ഹോളി ഫാമിലി ഈ സ്കൂളിന്റെ സ്ഥാപനം മുതൽ 160 വർഷത്തിൽ പരം പാരമ്പര്യമുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ്. അതിൽ ഒന്നിച്ച് ഒന്നായിയാണ് ഞങ്ങൾ പോകുന്നത്. അതില് ഈ രക്ഷകത്വ സമൂഹമുണ്ട്, അതിൽ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ഉണ്ട്, അതില് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ആ 3 ഘടകങ്ങളും കൂടെ എങ്ങനെ സമന്വയിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാവുകയാണ്. ആ അത്ഭുതങ്ങളാണ് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 10-16 ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടി, ജില്ലാതലത്തിൽ ജില്ലയിൽ തന്നെ 2ാം സ്ഥാനം നേടി. അത് കലോത്സവത്തിലാകട്ടെ, അത് സ്പോർട്സിലാകട്ടെ, സ്പോർട്സിലൊക്കെ ഹയർ സെക്കൻഡറി തലത്തിൽ നാഷണൽ ലെവലിൽ പോയി ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടികളുണ്ട്. അത് മത്സര പരീക്ഷകളായ നാഷണൽ മീറ്റ്സ് മെറിറ്റ് സ്കോളർഷിപ്പ് ആകട്ടെ, LSS ആകട്ടെ, USS ആകട്ടെ, അത് 10th റിസൾട്ട് ആകട്ടെ, അത് ഹയർ സെക്കൻഡറി റിസൾട്ട് ആകട്ടെ, അങ്ങനെ ആ നിലവാരം അങ്ങനെ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹയർ സെക്കൻഡറി 192 പേര് പരീക്ഷ എഴുതിയപ്പോൾ 31 A+കളായി, 10ാം ക്ലാസ്സിൽ 48 A+കളായി, 17ഓളം 9 A+കളായി, 2, 3, 5, 6 NMS സ്കോളർഷിപ്പുകളായി. ഈ ലോകം തോറ്റവരുടേതാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു എന്ന് അതിന്റെ എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോൾ അതിൽ 1ാമനും 2ാമനും 3ാമനും ഒന്നുമായില്ല. ഒന്നുമാകാതെ അവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ 0 മേടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ മതിയായ IQ ഇല്ലാത്ത വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കപ്പെട്ടപ്പോൾ ആ വർഷം അവർ പ്രവേശനം നേടിയ 50 പേരിൽ ഒരാളെ പോലും ലോകത്തിലെ ഒരു മനുഷ്യനും അവരുടെ ആരുടെ പേരറിയില്ല. പക്ഷെ ആ വിഖ്യാതമായ സ്ഥാപനത്തിൽ പ്രവേശനം കിട്ടാതെ മതിയായ IQ ഇല്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയ ആളെ ലോകം ഇന്നും ഓർക്കുന്നു. അയാളുടെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഹോളി ഫാമിലി
കരിക്കുലത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നവ മാത്രം കുട്ടികൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വിദ്യാലയമല്ല. സർക്കാർ ഈ വർഷം ആദ്യത്തെ 2 ആഴ്ചയിൽ 1 മണിക്കൂർ വീതം സന്മാർഗ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിന് എത്രയോ മുൻപേ ഈ സ്ഥാപനം ഉണ്ടാക്കിയ കാലം മുതൽ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ലക്ഷ്യം അവർ മുദ്രാവാക്യവുമായി നവോത്ഥാന കാലഘട്ടം ആരംഭിച്ച കാലം മുതൽ ഹോളി ഫാമിലി സ്കൂളിൽ ഈ വിദ്യാലയങ്ങളിൽ ആഴ്ചയിൽ 1 മണിക്കൂർ സന്മാർഗ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രസംഗങ്ങളെല്ലാം കേട്ട് നിങ്ങൾ വലിയ വിഷമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഏറെ നീട്ടുന്നില്ല. ഹോളി ഫാമിലിയെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്നത് അല്പം വ്യത്യസ്തമാണെന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഒരു സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PTA. എന്താണ് PTAയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ സ്കൂളും വീടുമായിട്ടുള്ള അകലം കുറയ്ക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായി ഞങ്ങളുടെ എല്ലാ അക്കാദമിക പ്രവർത്തനങ്ങളിലും, ഞങ്ങളുടെ എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിലും, ഞങ്ങളുടെ ഓരോ ചിന്തയിലും ഓരോ ചുവടിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു PTA ഇവിടെയുണ്ട്. ആദരണീയനായ PTA പ്രസിഡന്റാണ് ഈ ചടങ്ങിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരുടെ പേരിലും ഈ അവസരത്തിൽ നന്ദിയുടെ 100,000 നറുമലകൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഉജ്ജ്വലമായ വാക്കുകളിലൂടെ ഈ സദസ്സിനെ ത്രസിപ്പിച്ചുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയാലും ഈ വർഷം മുഴുവനും നമുക്ക് ഓരോ നിമിഷവും ചിന്തയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്നും കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ, അച്ഛന്റെ ഓരോ ഉപദേശ നിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം. നിങ്ങൾ ഈ ഹോളി ഫാമിലിയിലേക്ക് കടന്നു വന്നാൽ അറിയാം, ഒട്ടേറെ സ്കൂളുകളെല്ലാം പല ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക സാഹചര്യങ്ങളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. ഹോളി ഫാമിലിയിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ഇന്ന് ഈ പാരിശ്രാമികത്തിൽ നേരെ നോക്കുമ്പോൾ കാണുന്നത് LP 10 ക്ലാസ് റൂമുകളുള്ള LPയുടെ പുതിയ കെട്ടിടമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി മാനേജ്മെന്റ് സമ്മാനിച്ചതാണ്. നോർത്ത് ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഒരു 3 നില കെട്ടിടമുണ്ട് UPക്ക് വേണ്ടിയിട്ട്. നേരെ കടന്നു വരുമ്പോൾ ഓഫീസ് ബ്ലോക്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടി ഒരു 3 നില കെട്ടിടമുണ്ട്. തൊട്ടടുത്തായി അതേ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന ഒരു ഹയർ സെക്കൻഡറി കെട്ടിടമുണ്ട്. അതിനടുത്തായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന പുതിയ ഒരു കിച്ചൺ കോംപ്ലക്സ് ഉണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. -2 മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യ സംവിധാനങ്ങളെല്ലാം ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ സർവാദരണീയനായ മാനേജരെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർത്തുകൊണ്ട് ഈ പ്രൗഢമായ സദസ്സിന്റെ പേരിൽ, യോഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുകയാണ്. പ്രിയരായ മിത്രവിന്ദ ഭായ് മേഡം സ്വാഗത പ്രസംഗത്തിൽ ഞങ്ങളുടെ പ്രഥമാധ്യാപിക സൂചിപ്പിച്ചതുപോലെ കേവലം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് സ്കൂളിലേക്ക് കടന്നു വരുന്ന ഒരാളല്ല, മറിച്ച് ഞങ്ങളുടെ ഒരു വെൽവിഷർ, ഞങ്ങളുടെ ഒരു അഭ്യുതകാംക്ഷി, ഓരോ ഞങ്ങളുടെ നേട്ടത്തിലും ഞങ്ങളെ ഒപ്പം ചേർന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, ഞങ്ങളുടെ ചെറിയ ചെറിയ പരിമിതികളിൽ ഞങ്ങളെ പല തലങ്ങളിൽ നിന്ന് സഹായിക്കുന്ന മിത്രവിന്ദ ഭായ് മേഡത്തെ പ്രത്യേകമായി ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയങ്കരായ മിസ്റ്റർ ടീച്ചർ ഞങ്ങളുടെ പ്രിൻസിപ്പാളാണ്. 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ പ്രിൻസിപ്പാൾ എന്ന ആ പദവിയിലേക്ക് എത്തിയിട്ടെങ്കിലും ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു അധ്യാപന പാരമ്പര്യമില്ല. അതാണ് കൈമുതൽ. അതുമായി ഞങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ ഞങ്ങളുടെ സ്കൂളിനെ ആകെ തന്നെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരായ മിസ്റ്റർ ടീച്ചറിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുക. അതോടൊപ്പം ടീച്ചറുടെ കാര്യം, ടീച്ചറിനെയും മിസ്റ്റർ ടീച്ചറും ഒരു അഭിസംബോധന ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവർ 2 പേരും പരസ്പരം സുഹൃത്തുക്കളാണ്. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലൂടെ വളർന്നു വന്നവരാണ്. അപ്പൊ ഞാൻ പറയുന്നു, കാളിദാസൻ വിശദീകരിച്ചതൊക്കെ പോലെ വാക്കും അർത്ഥവും എന്ന പോലെ ഒന്നുചേർന്നിരിക്കുന്ന ഈ ഞങ്ങളുടെ 2 പേർ, അവർ 2 പേരുമാണ് ഞങ്ങളുടെ ശക്തി. അതുപോലെ ഈ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ശബ്ദം. പ്രിയപ്പെട്ട ടീച്ചറിനെയും പ്രത്യേകമായി ഈ യോഗത്തിന്റെ പേരിൽ, പ്രവേശനോത്സവത്തിന്റെ പേരിൽ, ഔപചാരികതയുടെ പേരിൽ ഹൃദയങ്ങളെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രവേശനോത്സവ ചടങ്ങ് ഏറ്റെടുത്തുകൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമാക്കിയ എന്റെ കൺവീനർ പ്രിയപ്പെട്ട തോമസ് സാറുണ്ട്. അദ്ദേഹം ഒരു ഗാനം ആലപിച്ചുകൂടി ഈ സദസ്സിനെ പ്രസിദ്ധിച്ചു. അതോടൊപ്പം 2 കുഞ്ഞുമക്കൾ
ഞങ്ങളുടെ മക്കളുടെ പാട്ടുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് രണ്ടുപേർ മാത്രമല്ല, ഇങ്ങനെ അനേകം കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്, പല തലങ്ങളിൽ കഴിവുള്ളവർ. അവർക്കെല്ലാം വേദി സമ്മാനിക്കാറുണ്ട്. അവരെയും പ്രത്യേകം ഓർക്കുന്നു. ഈ സദസ്സിനെ ആസ്വാദനത്തിന്റെ അനന്ത സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ 2 കുഞ്ഞുമക്കൾക്കും ഈ ചടങ്ങിന്റെ പേരുള്ള പ്രത്യേകമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു മുട്ടസൂചി വീണ താഴെ കേൾക്കുന്ന നിശബ്ദതയിൽ ഏറ്റവും ഭംഗിയായി ഏറ്റവും പരിപക്വതയോടുകൂടി പെരുമാറിയ രക്ഷകർത്താക്കളും കുഞ്ഞുമക്കളുമാണ് ഇന്നത്തെ താരം. നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ അവസരത്തിൽ ഞങ്ങളുടെ സ്നേഹപൂർവമായ നന്ദി കടപ്പാട് അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം ചെയ്തു. രോഹിത് കൃഷ്ണ, ആയുഷ് EP, അഭിനവ് K, ബ്രയാൻ ബാലഗോപു, ധ്യാൻ കാർത്തിക്, ഈഡൻ മാത്യു, എബിൻ ജോസഫ് ഫ്രാൻസിസ്, ഇവ മരിയ ജീവൻ, സാമിൻ സുരേഷ്,